Hello. Welcome to market discussion of the day. Today, October 15, 2025, Wednesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന പുതിയ ബാച്ച് അടുത്ത തിങ്കളാഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ടാണ് ക്ലാസ്സസ് നടക്കുന്നത്. രണ്ട് സമയത്തും ഒരേ ക്ലാസ്സസ് ആണ് നടക്കുന്നത്. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന 10 ദിവസത്തെ ക്ലാസ് ആണ് നടക്കുന്നത്. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, ഏറ്റവും റിക്വസ്റ്റ് എന്താ വെച്ചാൽ ആ ഒരു സമയത്ത് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയക്കുക എന്നുള്ളൊരു കാര്യമാണ് ഞാൻ എടുത്ത് പറഞ്ഞു പോവാണ്. ഓക്കെ, സോ അതിൻ്റെ കൂടെ തന്നെ പല ആൾക്കാരും ബ്രോക്കേഴ്സിനെ നോക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഉള്ള ആൾക്കാർ പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഞാൻ ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നത്, ഏതാണ് നല്ല ബ്രോക്കർ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പേഴ്സണലി എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറയുന്ന ബ്രോക്കറാണ്. ഓക്കെ, സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ റെഗുലേഷൻസും ഇപ്പം ഒരു 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 കമ്പനി നമ്മൾ ചൂസ് ചെയ്യാൻ നേരത്ത് ഫോറക്സ് ട്രേഡിങ്ങിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് ട്രേഡ് ചെയ്യാൻ നേരത്ത് നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രോക്കറിൻ്റെ റെഗുലേഷൻസ് ആണ്. ഓക്കെ, സോ റെഗുലേഷൻസ് നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് റെഗുലേഷൻസ് ഉണ്ട്. ടയർ 1, ടയർ 2, ടയർ 3. അതിൽ ടയർ 1 വരുന്നത് ബേസിക്കലി UK ബേസ് ചെയ്തിട്ടുള്ള FCAയുടെ റെഗുലേഷൻസും അതേപോലെ SCA UAE ബേസ് ചെയ്തിട്ടുള്ള SCAയുടെ റെഗുലേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 റെഗുലേഷൻസ് ആണ്. അതേപോലെ ASIC ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് ആണ്. ഓക്കെ, സ്റ്റാർ ട്രേഡറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ എല്ലാ റെഗുലേഷൻസ് സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ, UK, UAE എല്ലാ റെഗുലേഷൻസും ഉള്ള കമ്പനിയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് $100,000 വരെ ലോയിഡ്സ് ബാങ്ക് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ബേസിക്കലി ഇതൊരു കാര്യത്തിലോട്ട് പോകാൻ നേരത്തെ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടുകയും ചെയ്യും. അതിൻ്റെ കൂടെ ടൈറ്റ് സ്പ്രെഡും 14 ദിവസത്തേക്ക് സ്വാപ്പ് ഫ്രീ അക്കൗണ്ട് നമുക്ക് വേണമെങ്കിൽ ഓപ്ഷണലായിട്ട് എടുക്കുകയും ചെയ്യാം. ഓക്കെ, ഡെപ്പോസിറ്റ് ബോണസ് ഉണ്ട്. യൂറോപ്യൻ ക്ലയൻസിനാണെങ്കിൽ 100% ഡെപ്പോസിറ്റ് ബോണസ്. ഫസ്റ്റ് $1,000 100% ഡെപ്പോസിറ്റ് ബോണസും സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റിന് 20% ബോണസുമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ എന്താ പറയുക, നമുക്ക് അത് ബേസിക്കലി ഇത് 31 ഡിസംബർ വരെയാണ് ഈ പറയുന്ന പർട്ടിക്കുലർ ബോണസ് പ്രോഗ്രാം ഉള്ളത് കേട്ടോ. അതിനുശേഷം ഉണ്ടാവില്ല. ഇന്ത്യൻ ക്ലയൻസിന് അല്ലെങ്കിൽ ഏഷ്യൻ ക്ലയൻസിനാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡെപ്പോസിറ്റിൻ്റെ ആദ്യത്തെ $500 50%, ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ 20% നമുക്ക് ബോണസായിട്ട് കിട്ടുന്ന ഫസ്റ്റ് ഡെപ്പോസിറ്റിൽ. അതിനുശേഷമുള്ള എല്ലാ ഡെപ്പോസിറ്റിലും നമുക്ക് 20% സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റിന് കിട്ടിപ്പോവുകയും ചെയ്യും. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു നമുക്ക് ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് പോകുമ്പോൾ, സോ ഇന്നലെ നമുക്ക് ഫണ്ടമെൻ്റൽസ് നമുക്ക് മെയിനായിട്ടുണ്ടായിരുന്നത് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ UK ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വന്ന ന്യൂസുകളാണ്. വളരെ നെഗറ്റീവായിട്ടാണ് UKക്ക് GBPക്ക് അത് ബാധിച്ചത് എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ GBP ബേസ് ചെയ്തിട്ട് അൺഎംപ്ലോയ്മെൻറ്റ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂടി. അതേപോലെ ക്ലെമൻറ്റ് കൗണ്ട് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്ലെയിമിങ് ഫോർ ബെനിഫിറ്റ്സ് അൺഎംപ്ലോയ്മെൻ്റ് ആയിട്ട് ക്ലെയിം ചെയ്തിട്ടുള്ള കാര്യമാണ്. അതും വളരെയധികം കൂടി 25.7K ആയിട്ട് കൂടി 20.2Kയിൽ നിന്ന്. ഓക്കെ, സോ അൺഎംപ്ലോയ്മെൻറ്റ് ചേഞ്ച് അത് ഓൾമോസ്റ്റ് പകുതിയായി. അതായത് 178Kയിൽ നിന്ന് 91K ആണ്. കഴിഞ്ഞ വർഷത്തുള്ള 3 മാസത്തെ വെച്ച് കമ്പയർ ചെയ്യുന്ന ഒരു ഡേറ്റയാണിത്. ഓക്കെ, സോ ബേസിക്കലി അതും ഓൾമോസ്റ്റ് പകുതിയായിട്ട് കുറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് നമ്മളുടെ GBPയിൽ ഇന്നലെ ഒരു മാറ്റം ഉണ്ടായെന്ന് നമ്മൾ ശ്രദ്ധിക്കാം. ഓക്കെ, സോ ബേസിക്കലി നീ പറഞ്ഞു പോകാനായിട്ടുള്ളത് ഇങ്ങനത്തുള്ള ന്യൂസുകളുള്ള സമയത്ത് മാറി നിൽക്കണം എന്നുള്ളതിൻ്റെ വീണ്ടും ഉള്ള ഇമ്പോർട്ടൻസ് ആണ് ഇത് കാണിക്കുന്നത് കേട്ടോ. സോ അത് ഒന്ന് നോക്കിപ്പോവുക. ഓക്കെ, നമുക്ക് ഫെഡ് ചെയർ പവലിൻ്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. അതിനുശേഷം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണറിൻ്റെ സ്പീച്ചും ഉണ്ടായിരുന്നു വൈകുന്നേരം. സോ ആ ഒരു സമയത്ത് വലിയൊരു മാറ്റമൊന്നും മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും ഒരു ചെറിയൊരു അപ് ട്രെൻഡ് മാർക്കറ്റിൽ കാണിക്കുകയും ചെയ്തു. ഓക്കെ, സോ ഇന്ന് നമുക്ക് നോർമലി ബുധനാഴ്ച ആയതുകൊണ്ടിട്ട് തന്നെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് വരേണ്ടതാണ്. പക്ഷേ ഈ തിങ്കളാഴ്ച നമ്മളുടെ US അവധി ആയതുകൊണ്ടിട്ട് നാളെയാണ് ഈ പറയുന്ന ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് വരുന്നത്. നാളെ വൈകുന്നേരം 5 മണിക്കാണ് ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് വരുന്നത് എന്നുള്ള കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ,
പിന്നീട് നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് വലിയ ന്യൂസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നും തന്നെ ഇല്ല. ടെക്നിക്കൽ കൺസിഡർ ചെയ്ത് പോവുകയും ചെയ്യാം. പക്ഷേ എന്താണ്, നാളെ നമുക്ക് രാവിലെ 7 മണിക്ക് തന്നെ UK നിന്ന് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ്റെ ന്യൂസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ്റെ ന്യൂസ് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ GDP അനൗൺസ്മെൻറ്റും UK നിന്ന് വരുന്നുണ്ട്. സോ ഇത് മൂന്നും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് GBPയിൽ നമ്മൾ നോക്കിക്കാണേണ്ട ന്യൂസുകളാണ്. അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ ഇന്നത്തെ പൊസിഷൻ, ഇന്ന് രാത്രിക്ക് തന്നെ GBPയിൽ പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ കൂടെ നമുക്ക് ഉച്ചയ്ക്ക് 1:30 മണിക്ക് റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. ഉച്ചയ്ക്ക് 1:30 UK ടൈമിംഗ് ആണ് കേട്ടോ, ഇന്ത്യൻ ടൈമിംഗ്. അതനുസരിച്ച് ഇവിടുന്ന് 4.5 മണിക്കൂർ ഫ്രണ്ടിലാണ് ഇന്ത്യൻ ടൈമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നോക്കി നിങ്ങൾ കൺസിഡർ ചെയ്ത് പോവുക. ഓക്കെ, PPIയുടെ ന്യൂസ് വരുന്നുണ്ട്, ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം, ഇതെല്ലാം 1:30 മണിക്ക് ആണ് ന്യൂസ് വരുന്നത്. 6 മണി ഇന്ത്യൻ ടൈമിങ്ങിനാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അതിൻ്റെ കൂടെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് വൈകുന്നേരം 5 മണിക്കാണ് UK ടൈമിംഗ് വരുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് ലഗാർഡിൻ്റെ സ്പീച്ചും വരുന്നുണ്ട്. അത് യൂറോനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ ഇതൊക്കെയാണ് നമുക്ക് ഇന്നും നാളെയുമായിട്ടുള്ള ഫണ്ടമെൻ്റൽസ്, നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഫണ്ടമെൻ്റൽസ്. സോ ബേസിക്കലി നാളെ എനിക്ക് പറയാനായിട്ടുള്ളത് കംപ്ലീറ്റ്ലി മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. കാരണം റീറ്റെയിൽ സെയിൽസ് നമുക്കറിയാലോ, ഒരിക്കലും ട്രേഡ് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു ദിവസം കൂടെയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമ്മൾ ഗോൾഡിലാണ് നിൽക്കുന്നത്. ഗോൾഡ് വീണ്ടും 4203 ഓൾ ടൈം ഹൈ. നമ്മളിപ്പോൾ എത്രാമത്തെ വട്ടമാണല്ലേ ഓൾ ടൈം ഹൈയിൽ മാർക്കറ്റ് ഡിസ്കഷൻ ചെയ്യുന്നത് അല്ലേ? സോ അത് നമുക്ക് ഗോൾഡിലോട്ട് വരാം. എന്തായാലും എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. സോ അതുകൊണ്ടിട്ട് നമുക്ക് ഗോൾഡിലോട്ട് പിന്നെ വരാം. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ JPYയിലോട്ട് വരാം. JPY 151.19 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. ഓക്കെ, സോ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഷ്യൻ ക്ലോസിങ്ങിന് 152 മുകളിലാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏഷ്യൻ ക്ലോസിങ്ങിന് 152 മുകളിലല്ലായിരുന്നു. അതുകൊണ്ടിട്ട് തന്നെ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. സോ ഈ ഒരു സമയത്ത്, ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ, എനിക്ക് മാർക്കറ്റ് ഒന്ന് റീട്രേസ് ചെയ്ത് താഴോട്ട് വരണം, എന്നിട്ട് മാത്രമേ നമുക്കൊരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞ് പോകാനായിട്ടുള്ളത്. 150 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ളൊരു ബൈ ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ബൈ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, അല്ലെങ്കിൽ 152 മുകളിലായിട്ട് ഇന്ന് മാർക്കറ്റ് അവസാനിക്കുകയും നാളെ മാർക്കറ്റ് സ്റ്റാർട്ടിങ്ങും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നും ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, അല്ലാത്ത പക്ഷം നമുക്ക് 150 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ളൊരു ബൈ ആണ് JPYയിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ബൈ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, സോ ഇന്നലെയും JPYയിൽ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല, എനിക്കറിയാം. ഓക്കെ, യൂറോയിലോട്ട് വരുമ്പം പക്ഷേ യൂറോയിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി പ്രോപ്പറായിട്ട് 1.1500 ഞാൻ ബൈ എടുക്കാൻ പറഞ്ഞത്. അവിടെ വരെ മാർക്കറ്റ് പോയിട്ടില്ല. ഓക്കെ, സോ അതും കുഴപ്പമില്ല, ആ ഒരു ഓപ്പർച്യൂണിറ്റിയും എടുക്കാതിരുന്നത് കൊണ്ട് കുഴപ്പമില്ലാത്ത കാര്യമാണ്. സോ ഇന്ന് നമുക്ക് 1.1600 അവിടെ കിട്ടിയാൽ ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തെറ്റില്ലാത്ത കാര്യമാണ്. 1.1600 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, നേരെ നമ്മളുടെ GBPയിലോട്ട് വരുമ്പം GBPയിൽ പക്ഷേ നമ്മൾ ഇന്നലെ പ്രോപ്പറായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1.2500. ഇന്നലെ നമ്മൾ മാർക്കറ്റ് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് മാർക്കറ്റ് ഉണ്ടായിരുന്ന ഒരു പോയിൻ്റാണ് 1.3250 എന്ന് പറയുന്ന റേഞ്ച്. അവിടുന്ന് ബൈ ചെയ്യാൻ പറഞ്ഞു. അവിടുന്ന് ബൈ ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഓൾമോസ്റ്റ് 100 പിപ്സിൻ്റെ പ്രോഫിറ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ആ പ്രോഫിറ്റ് എടുത്ത് മാറണം എന്നുള്ള ആൾക്കാർക്ക് മാറുകയും ചെയ്യാം. കാരണം നാളെ GDP അനൗൺസ്മെൻറ്റ് UKയിൽ നിന്ന് വരുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു റേഞ്ച് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് സോണും കൂടെയാണ്. സോ ഇവിടുന്ന് മുകളിലോട്ട് പോവുകയാണ് എങ്കിൽ മാത്രമാണ് ഇത് ബ്രേക്ക് ആയിട്ട് അറ്റ്ലീസ്റ്റ് 1.3400 വരെ എങ്കിലും എത്തുകയും ചെയ്യും. സോ അവിടുന്ന് ചിലപ്പോൾ റെസിസ്റ്റ് ചെയ്തേക്കാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ബേസിക്കലി 1.3400 1.3300 അവിടെ വീണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഇന്നലെ ഓപ്പർച്യൂണിറ്റി മിസ്സാക്കിയിട്ടുള്ള ആൾക്കാർ കേട്ടോ. ഓക്കെ, സോ അതാണ് എനിക്ക് GBPയിൽ പറയാനായിട്ടുള്ളത്. സ്റ്റോപ്പ് ലോസ് വേണം. ഇന്നലെ പോയ ലോയുടെ താഴെയായിട്ട് എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ 1.3240 എങ്കിലും സ്റ്റോപ്പ് ലോസ് വെക്കണം. അവിടെയാണ് ഇന്നലെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറഞ്ഞത്. ടൈറ്റായിട്ട് വെക്കണം എന്ന് പറഞ്ഞതും അവിടെ തന്നെയാണ്. സോ അത് എടുത്തിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഭയങ്കര നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു ലോട്ടിൽ ട്രേഡ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ലോട്ടിൽ ട്രേഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് $1000 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. സോ ഇതാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഒന്നുകിൽ JPY അല്ലെങ്കിൽ യൂറോ അല്ലെങ്കിൽ GBP, ഇതിൽ 3 എണ്ണത്തിലും
ഏതെങ്കിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തരും 100% ഉറപ്പാണ്. എന്നിട്ട് എന്തിനാണ് ഇത്രയും വോളറ്റൈലായിട്ടുള്ള ഗോൾഡിൽ നമുക്ക് ഏത് ദിശയാണെന്ന് പോലും അറിയില്ല, എന്തിനാണ് പോകുന്നത്. ഗോൾഡൊക്കെ അപ് ട്രെൻഡാണ്, പക്ഷേ പല ആൾക്കാരും പാനിക്കാവും പല സ്ഥലങ്ങളിൽ നിന്ന് ബൈ എടുക്കുന്ന സമയത്ത്. ഓക്കെ, സോ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് ഇന്നലെ 4080 വരെ ഇന്നലെ രാവിലെ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം ഒറ്റയടിക്ക് മാർക്കറ്റ് താഴെ വീണു. പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു. 4090 വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. അത് പലവട്ടം 4090 വരെ 4100 വരെ വീണ്ടും വന്നിട്ട് മാർക്കറ്റ് US സെഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും ഒറ്റയടിക്ക് മുകളിലോട്ട് പോകുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. ഇപ്പം 4205 നിൽക്കുന്നു വെറും കുറച്ച് മണിക്കൂറുകൾ കൊണ്ട്. ഓക്കെ, ഇന്നലത്തെ US സെഷൻ കഴിഞ്ഞിട്ട് പോയ പോക്കാണിത്. $100 $105 പോയത്. അപ്പം ഇവിടെ ഈ ഒരു മാർക്കറ്റിൽ സെല്ലെന്ന് പറയുന്ന സംഭവത്തിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. എവിടെയാണ് ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ 4160 വരെ റീട്രേസ് ചെയ്തിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ളൊരു ബൈ, ഇല്ല എങ്കിൽ 4130 എന്നുള്ളൊരു ബൈ, ഇല്ല എങ്കിൽ 4000 ബൈ. ഈ 3 ഓപ്പർച്യൂണിറ്റീസാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ നിന്ന് നമുക്ക് ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഈ പോയിന്റ്സിൽ നിന്ന് നമുക്ക് ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാമെന്നെടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ് ഞാൻ. ഓക്കെ, അല്ലാത്ത പക്ഷം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നാളത്തേക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗോൾഡിൽ എവിടെ ഓപ്പർച്യൂണിറ്റി എടുത്തു കഴിഞ്ഞാലും മിനിമം $25 to $30 സ്റ്റോപ്പ് ലോസ് വെക്കണം. അതിൻ്റെ ഇരട്ടി ടേക്ക് പ്രോഫിറ്റും വെക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. മാർക്കറ്റ് അത് കൃത്യമായിട്ട് അത് എടുത്ത് പോവുകയും ചെയ്യുന്നെടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനായിട്ടുള്ളത്. ഞാൻ നാളെയും മറ്റന്നാളും ഉണ്ടാവില്ല. ഓക്കെ, മിക്കവാറും മാർക്കറ്റ് ഡിസ്കഷനും ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. മിക്കവാറും ഞാൻ ഇന്ന് തന്നെ നാളത്തെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു പോകുന്നതായിരിക്കും. കാരണം നാളെ എനിക്ക് ചിലപ്പം ചെയ്യാനായിട്ട് മാർക്കറ്റ് ഡിസ്കഷൻ ചെയ്യാനായിട്ടുള്ള യാതൊരു സാധ്യതയില്ല. കാര്യം ഞാനൊരു ട്രിപ്പിന് പോവുകയാണ്. ഓക്കെ, ടർക്കിയിൽ പോവുകയാണ്. ഇന്ന് രാത്രിയാണ് ഫ്ലൈറ്റ്. നാളെ രാവിലെ ഒക്കെ എയർപോർട്ടിലും അല്ലെങ്കിൽ ഫ്ലൈറ്റിലൊക്കെ ആയിരിക്കും ചിലപ്പം. സോ അതുകൊണ്ടിട്ട് ഞാൻ അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ടിട്ട് മിക്കവാറും ഫ്രൈഡേ മാർക്കറ്റ് ഡിസ്കഷൻ ഉണ്ടാവില്ല. ഓക്കെ, ഫ്രൈഡേ നമുക്ക് ഫണ്ടമെൻ്റൽ ഡേ അല്ല, ടെക്നിക്കലായിട്ട് കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. സോ ഞാൻ ജസ്റ്റ് ഞാൻ ഇന്ന് വൈകുന്നേരം തന്നെ ഞാൻ നാളത്തെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറഞ്ഞു പോവുകയും ചെയ്യും എടുത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരുപാട് ആൾക്കാരിലോട്ട് എത്തിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതേപോലെ തന്നെ എന്താ പറയുക, ക്ലാസ്സസിന് ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് ക്ലാസ്സസിന് ജോയിൻ ചെയ്യാം. ക്ലാസ്സസിന് ജോയിൻ ചെയ്യാനായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനാണെങ്കിലും ഇത് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ. മാർക്കറ്റ് ഡിസ്കഷൻ ഇന്ന് തന്നെ കാണുന്നത് വരെ ഗുഡ് ബൈ. Thank you. Bye.